ബാംഗ്ലൂരിലെ സമ്പന്ന നഗരങ്ങളിലൊന്നായ വാരാഹി നഗർ, ആ നഗരത്തിലെ സമ്പന്നതയുടെ പ്രതീകമായി തല ഉയർത്തി നിൽക്കുന്ന നൂർ മഹൽ എന്ന ആ വലിയ ബംഗ്ലാവ് സ്ഥിതി ചെയ്തിരുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അതൊരു കൊട്ടാരം പോലെ തോന്നും. വെള്ള നിറത്തിലുള്ള ഭിത്തികളും ഉയർന്ന ഗേറ്റുകളും വലിയ തോട്ടവുമൊക്കെ ചേർന്ന് ആ വീടിന് ഒരു രാജകീയ ഭംഗി നൽകി. പോർച്ചിൽ ഏറ്റവും വിലയേറിയ ആഡംബര കാറുകൾ നിരന്നു കിടക്കും. മുറ്റം വില കൂടിയ അലങ്കാര ചെടികൾ കൊണ്ട് മനോഹരമായി ഒരുക്കപ്പെട്ടിരുന്നു. ആ വീടിന്റെ ഉടമ ബാംഗ്ലൂരിലെ പ്രശസ്ത വ്യവസായിയായ സമീർ ആയിരുന്നു. ടെക്നോളജി കമ്പനികളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും അടക്കം വലിയ സാമ്രാജ്യം അവന്റെ നിയന്ത്രണത്തിലായിരുന്നു. രാജ്യത്തെ വലിയ ബിസിനസ് മാഗസിനുകളിലും സാമ്പത്തിക പത്രങ്ങളിലും സമീറിന്റെ പേര് പതിവായി പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. പുറം ലോകത്തിന് മുന്നിൽ സമീർ ആത്മവിശ്വാസത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ ആ ആഡംബരവും സമ്പത്തും നിറഞ്ഞ വീട്ടിനുള്ളിൽ ഒരു നിശബ്ദമായ ദുഃഖം ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അത് സമീറിന്റെ ഭാര്യ സിയയുടെ കണ്ണുകളിൽ മാത്രം ഒതുങ്ങിയ ഒരു നീറ്റിലായിരുന്നു. സിയ ഒരു മധ്യവർഗ കുടുംബത്തിൽ ജനിച്ചവളായിരുന്നു. ഉപ്പ ഹനീഫ് ഒരു ചെറിയ ബിസിനസ്സുകാരനും ഉമ്മ ഹാജറ ഒരു തയ്യൽ ജോലിക്കാരിയുമായിരുന്നു. അവരുടെ ഏക മകളായിരുന്നു സിയ. സിയ സമീറിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് 9 വർഷമായി. വിവാഹ സമയത്ത് സമീർ ഒരു സാധാരണ ബിസിനസ്സുകാരനായിരുന്നു. സിയ ജീവിതത്തിലേക്ക് വന്നതോടെയാണ് അവന്റെ ബിസിനസ് പച്ച പിടിച്ചു തുടങ്ങിയത്. അതോടെ അവന്റെ അഹങ്കാരവും അധികാരത്തോടുള്ള ആർത്തിയും വർദ്ധിച്ചു. വിവാഹം എന്ന സങ്കല്പത്തിന് സിയ നൽകിയിരുന്ന അർത്ഥം വളരെ ലളിതമായിരുന്നു. ജീവിതകാലം മുഴുവനുള്ള പിന്തുണ, പരസ്പരം സ്നേഹവും ചെറിയ ചെറിയ സന്തോഷങ്ങളും പങ്കുവെക്കാൻ ഒരു കൂട്ട്. ഒരു നല്ല ഭാര്യയായി സമീറിന്റെ കൂടെ ജീവിതത്തിൽ താങ്ങും തണലുമായി ജീവിക്കാൻ അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഓരോ പ്രഭാതത്തിലും അവൾ വളരെ നേരത്തെ എഴുന്നേൽക്കും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും. ചെറിയ ചെറിയ ജോലികളെല്ലാം അവൾ ചെയ്യും. അടുക്കളയിലെ ജോലികൾക്ക് മേൽനോട്ടം വഹിക്കും. പിന്നെ തന്റെ ഭർത്താവിനായി ചൂടുള്ള ചായയും പ്രഭാത ഭക്ഷണവും ഒരുക്കും. സമീർ പലപ്പോഴും വളരെ വൈകിയാണ് വീട്ടിലെത്താറുള്ളത്. ബിസിനസ് മീറ്റിങ്ങുകളും പാർട്ടികളും യാത്രകളും അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. പക്ഷേ സിയ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല. അവൾ ക്ഷമയോടെ അവനെ കാത്തിരിക്കും. വാതിൽ തുറന്ന് അവൻ വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ അവനെ വരവേൽക്കും. പക്ഷേ സമീർ ആവട്ടെ വിവാഹത്തെ ഒരു ബിസിനസ് ഉടമ്പടി പോലെയാണ് കണ്ടിരുന്നത്. തന്റെ കോടിക്കണക്കിന് വില വരുന്ന സാമ്രാജ്യത്തിന് ഒരു അവകാശി, ഒരു പിൻഗാമി, അതായിരുന്നു അയാളുടെ ആവശ്യം. സിയയുടെ സ്നേഹത്തെയും ആത്മാർത്ഥതയെയും അയാൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിച്ചു. ജീവിതം തുടങ്ങി 9 വർഷമായിട്ടും സിയയ്ക്ക് ഇതുവരെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിച്ചില്ല എന്നത് വല്ലാത്ത ഒരു വേദനയായിരുന്നു. ആദ്യ വർഷം സമീർ ക്ഷമയോടെ കാത്തിരുന്നു. 2ാമത്തെ വർഷം അയാളുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു തുടങ്ങി. 3ാമത്തെ വർഷം സംസാരത്തിൽ കയ്പ് കലരാൻ തുടങ്ങി. പിന്നീട് അത് ക്രമേണ ദേഷ്യത്തിലേക്കും ഒടുവിൽ കടുത്ത വഴക്കുകളിലേക്കും വഴിമാറി. രാത്രിയുടെ നിശബ്ദതയിൽ സിയയുടെ തലയിണകൾ കണ്ണീരണിഞ്ഞു. അല്ലാഹുവേ, ഞാനാണോ ഈ ദുരവസ്ഥയ്ക്ക് കാരണം? ഇതാണോ എന്റെ വിധി? അവൾ സ്വയം ചോദിച്ചു. സമീറിന്റെ സമ്പന്നമായ ജീവിതത്തിൽ അവൾക്ക് മറ്റെന്തിനേക്കാളും പ്രിയം അവനോടൊത്തുള്ള ജീവിതമായിരുന്നു. ഒരു കുഞ്ഞ് പിറക്കുന്നതോടെ തങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകുമെന്ന് അവൾ വിശ്വസിച്ചു. പക്ഷെ ആ സ്വപ്നം അകന്നു പോകുന്തോറും സമീറിന്റെ ക്രൂരത വർദ്ധിച്ചു വന്നു. അവൾ നിരവധി ഡോക്ടർമാരെ സമീപിച്ചു. കണക്കില്ലാതെ മരുന്നുകൾ കഴിച്ചു. എല്ലാ ചികിത്സാ രീതികളും പരീക്ഷിച്ചു. പക്ഷെ എല്ലാ മെഡിക്കൽ റിപ്പോർട്ടുകളിലും സിയ പൂർണ്ണ ആരോഗ്യവതിയാണെന്ന് ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ടും സമീർ എല്ലാ കുറ്റവും സിയയുടെ മേൽ തന്നെ ചുമത്തി. നിന്നെ പോലെ ഒരു വന്ധ്യയായ സ്ത്രീയെ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരമായിരുന്നു എന്ന് അവൻ ഇടക്കിടക്ക് ദേഷ്യപ്പെട്ട് പറയുമായിരുന്നു. നീ കാരണമാണ് സിയ എന്റെ ഈ തറവാടിന്റെ തലമുറ അവസാനിക്കാൻ പോകുന്നത്. വേറെ വല്ല സ്ത്രീയെയും വിവാഹം കഴിച്ചിരുന്നെങ്കിൽ 2 or 3 കുഞ്ഞുങ്ങളാവേണ്ട സമയം അതിക്രമിച്ചു. നിനക്ക് ലജ്ജയില്ലേ എന്റെ കൂടെ ഇങ്ങനെ നടക്കാൻ? തുടങ്ങിയ കുത്തുവാക്കുകൾ പറഞ്ഞ് സിയയെ മാനസികമായി അവൻ കുറ്റപ്പെടുത്തുമായിരുന്നു. അതിനിടയിലാണ് സിയയുടെ ഉപ്പയുടെയും ഉമ്മയുടെയും വേർപാട്. അവരുടെ വേർപാടോടെ സിയയുടെ ജീവിതം തീർത്തും നരകതുല്യമായിരുന്നു. പല രാത്രികളിലും അവൾ മനമുരുകി അള്ളാഹുവിനോട് ദുആ ചെയ്തു.
അള്ളാഹുവേ, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു വിധി നൽകിയത്? എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ലേ? എത്രയും പെട്ടെന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. അവളുടെ കണ്ണുനീർ തറയിൽ വീണു. അവളുടെ ഹൃദയം വേദന കൊണ്ട് തകർന്നു. സമീറിന്റെ ക്രൂരത നാൾക്കുനാൾ വർദ്ധിച്ചു. അവൻ പുറത്തുള്ള പാർട്ടികളിൽ പോയി തിരികെ വന്ന് സിയയുടെ മേൽ ദേഷ്യം തീർത്തു. ഒരു ദിവസം നൂർ മഹൽ എന്ന സമീറിന്റെ വീട്ടിൽ തന്റെ സുഹൃത്തുക്കൾക്കായി ഒരു വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കളിയും ചിരിയും തമാശകളും നിറഞ്ഞ അന്തരീക്ഷം. സമീറിന്റെ ഒരു ബിസിനസ് സുഹൃത്ത് വളരെ സൗഹൃദമായി ചോദിച്ചു, സമീർ ഭായ്, ഇനി ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കൊഞ്ചൽ കേൾക്കാൻ സമയമായില്ലേ? എപ്പോഴാ സന്തോഷ വാർത്ത? ഇത് കേട്ടതും സമീറിന്റെ മുഖം പെട്ടെന്ന് ചുവന്നു. അവൻ അതിഥികളുടെ മുന്നിൽ വെച്ച് ദേഷ്യത്തോടെ സിയയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുഞ്ഞിന്റെ കൊഞ്ചൽ എങ്ങനെ കേൾക്കാനാ? ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തവൾ കൂടെ കൂടിയാൽ എങ്ങനെ എന്റെ ഈ തറവാട് നിലനിൽക്കും? ആ നിമിഷം ഹാള് നിശബ്ദമായി. അതിഥികൾ വിഷമത്തോടെ തല കുനിച്ചു. പക്ഷേ സമീർ നിർത്തിയില്ല. ഞാൻ ഒരുപാട് സഹിച്ചു, ഇനിയും എനിക്കിത് സഹിക്കാൻ വയ്യ, അവൻ ശബ്ദമുയർത്തി. ഇത് കേട്ടതും സിയ ഒരു പ്രതിമയെ പോലെ സ്തംഭിച്ചു നിന്നു. ഹൃദയത്തിൽ ഒരു കത്തി കുത്തി ഇറക്കിയതുപോലെ അവൾക്ക് തോന്നി. കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി. പക്ഷേ അവൾ നിശബ്ദമായി നിന്നു. തന്റെ ഭർത്താവ് തന്നെ പരസ്യമായി അപമാനിക്കുകയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിഥികൾ എല്ലാവരും മടങ്ങിപ്പോയ ശേഷം വിറക്കുന്ന ശബ്ദത്തോടെ സിയ ചോദിച്ചു, സമീർ, എന്തിനാണ് നിങ്ങൾ എന്നെ പരസ്യമായി അപമാനിച്ചത്? എനിക്കും ഒരു കുഞ്ഞിന്റെ ഉമ്മയാകാൻ ആഗ്രഹമില്ലേ? ഇതിന് ഞാൻ മാത്രമാണോ തെറ്റുകാരി? ഹോസ്പിറ്റൽ റിപ്പോർട്ടുകളിലെല്ലാം എനിക്ക് ഒരു കുഴപ്പവുമില്ല. സമീർ കോപത്തോടെ അവൾക്ക് നേരെ കൈവീശി. നിർത്തടി നിന്റെ ഈ ഒഴിവ് കഴിവുകൾ. മതിയാക്ക്, നിനക്ക് ലജ്ജയില്ലേ? 9 വർഷമായിട്ടും നിനക്ക് എന്റെ വംശത്തിനൊരു പിൻഗാമിയെ തരാൻ കഴിഞ്ഞിട്ടില്ല. അവന്റെ കണ്ണുകൾ വെറുപ്പും മുഖത്ത് അറുപ്പുമായിരുന്നു. സിയയുടെ ശ്വാസം നിലച്ചു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു പക്ഷേ ഒരു ദിവസം നിങ്ങൾക്ക് സത്യം മനസ്സിലാകും സമീർ. അന്ന് നിങ്ങൾ അറിയും തെറ്റ് എന്റേതായിരുന്നില്ലെന്ന്. സമീറിന് ദേഷ്യം കൂടി വന്നു. വാതിൽ തുറന്നവൻ ദേഷ്യത്തോടെ പറഞ്ഞു, ഇറങ്ങിപ്പോകൂ എന്റെ മുന്നിൽ നിന്ന്. ഇനിയും നിന്നെ എന്റെ ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിയില്ല. എന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് സ്ഥാനമില്ല. ഇത് കേട്ടതും സിയ സമീറിന്റെ കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. സമീർ, എന്നെ ഉപേക്ഷിക്കല്ലേ. എല്ലാം അള്ളാഹുവിന്റെ വിധിയാണ്. നമുക്ക് ഒരുമിച്ച് ക്ഷമയോടെ കാത്തിരിക്കാം. വിധിയെ മാറ്റാൻ അള്ളാഹുവിന് നിമിഷങ്ങൾ മതി. എന്റെ ലോകം നിങ്ങളാണ് സമീർ. എന്നെ ഇറക്കിവിടല്ലേ. അവൾ കരഞ്ഞു കാലു പിടിച്ചു. നിന്റെ സ്ഥാനത്ത് മറ്റൊരു പെണ്ണായിരുന്നെങ്കിൽ 2 or 3 കുട്ടികൾ ഉണ്ടാവുമായിരുന്നു. ഇനിയും നിന്നെ കൊണ്ട് എന്റെ ജീവിതം നശിപ്പിക്കാൻ എനിക്ക് സമയമില്ല. എനിക്ക് കുഞ്ഞിനെ തരാൻ കഴിയുന്ന മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കണം. അതിന് നീ ഒരു തടസ്സമാണ് എന്നു പറഞ്ഞ് അവൻ അവളെ കാലുകൾ കൊണ്ട് തട്ടി മാറ്റി. പുറത്തേക്ക് തള്ളിയിട്ടുകൊണ്ട് വാതിൽ അവൻ ശക്തിയിൽ ആഞ്ഞടച്ചു. സിയയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ സ്വപ്നം കണ്ട, സ്നേഹം പ്രതീക്ഷിച്ച ആ വീടിനെ അവൾ അവസാനമായി നോക്കി. മനസ്സിൽ കനത്ത ഭാരവുമായി അവൾ പടിയിറങ്ങി. ആ രാത്രി സിയ ബാംഗ്ലൂരിലെ വിജനമായ തെരുവുകളിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു. അവളുടെ ജീവിതം ഒരു അനന്തമായ ഇരുട്ടിലേക്ക് വഴിമാറുന്നതുപോലെ തോന്നി. കണ്ണുനീരടക്കാനാവാതെ ഒഴുകി. ഓരോ ചുവടിലും ഹൃദയത്തിലെ നീറ്റൽ ആഴത്തിൽ പടർന്നു. 9 വർഷക്കാലം സമീറിന്റെ വീട്ടിൽ അവൾ സ്വപ്നങ്ങളോടെയും സ്നേഹത്തിന്റെ പ്രതീക്ഷയോടെയും ജീവിച്ചു. എന്നാൽ ഇന്ന് ആ വീട് അവൾക്ക് തികച്ചും അന്യമായിരിക്കുന്നു. തണുത്ത കാറ്റ് അവളുടെ മുഖത്തെ തഴുകി. ഓരോ ശ്വാസത്തിലും അവളുടെ തേങ്ങലുകൾ മുഴങ്ങി. എന്റെ ജീവിതം ഇതാണോ? ഞാൻ എന്നേക്കുമായി അപമാനം പേറി നടക്കേണ്ടി വരുമോ? അവൾ ചിന്തിച്ചു. എന്നിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷയുടെ തീപ്പൊരി അവശേഷിച്ചിരുന്നു. തളർച്ചയും നിരാശയും നിറഞ്ഞ അവളുടെ കാലുകൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ അവൾ ഒരു നിമിഷം ആലോചിച്ചു. അവസാനം അവൾ അവളുടെ ഒരു ബന്ധുവിന്റെ വീടിന്റെ നേർക്ക് തിരിഞ്ഞു. വാതിലിൽ മുട്ടിയപ്പോൾ ഫാത്തിമ വാതിൽ തുറന്നു. കണ്ണീരിൽ കുതിർന്ന മുഖം, അലങ്കോലമായ മുടി, കണ്ണുകളിൽ ആഴത്തിലുള്ള നിസ്സഹായത. അവളെ കണ്ടതും ഫാത്തിമ അമ്പരന്നു. സിയ, ഇതെന്തൊരു കോലമാ? നീ എന്താ ഈ അസമയത്ത്? അകത്തേക്ക് വാ. ഫാത്തിമ അവളെ ചേർത്ത് പിടിച്ചു. സിയ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമയോട് 9 വർഷം അവൾ അനുഭവിച്ച വേദന അവൾ പങ്കുവച്ചു. ഫാത്തിമ അവളുടെ കൈകളിൽ ശാന്തമായി പിടിച്ചു. വിഷമിക്കണ്ട സിയ, എല്ലാം ശരിയാവും. കുറച്ചു സമയത്തിനു ശേഷം സിയ ശാന്തമായപ്പോൾ
സെമീർ അവളെ വന്ധ്യ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറക്കിവിട്ട മുഴുവൻ കഥയും അവൾ ഫാത്തിമയോട് പറഞ്ഞു. ഫാത്തിമയുടെ കണ്ണുകളിൽ കോപം ആളിക്കത്തി. ഇതെന്ത് വിഡ്ഢിത്തമാണ്! നീ 9 വർഷം സഹിച്ചു, എന്നിട്ടവൻ നിന്നെ ഇങ്ങനെ അപമാനിക്കുകയാണോ? നാളെ തന്നെ നിന്നെ ഞാൻ ഇവിടെയുള്ള നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. സത്യം പുറത്തു വരണം, ഫാത്തിമ ദൃഢമായി പറഞ്ഞു. അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും ആശുപത്രിയിലെത്തി. ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്യാൻ നിർദ്ദേശിച്ചു. സിയ കസേരയിലിരുന്നു, കൈകൾ വിറച്ചു. മനസ്സിൽ ഭയവും പ്രതീക്ഷയും കൂടി കലർന്നു. അവൾ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഞാൻ നിരപരാധിയാണെങ്കിൽ എനിക്ക് സത്യം കാണിച്ചു തരണമേ. ഓരോ ദിവസവും അവൾ തള്ളി നീക്കി. പഴക്കമുള്ള വേദന അവൾ ഓർത്തു. എന്റെ ശരീരത്തിൽ തന്നെയാണ് കുറവെങ്കിൽ എനിക്ക് എന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമോ? അവൾ ചിന്തിച്ചു. 2 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് കയ്യിൽ കിട്ടിയപ്പോൾ ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു, സിയ, നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. നിങ്ങൾ തികച്ചും ആരോഗ്യവതിയാണ്. സിയയുടെ ശ്വാസം നിലച്ചു. അവൾ വിറച്ചുകൊണ്ട് ചോദിച്ചു, അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം ഡോക്ടർ? ഡോക്ടർ വിശദീകരിച്ചു. നിങ്ങൾ 9 വർഷം കാത്തിരുന്നിട്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തത് പ്രശ്നം ഉറപ്പായും നിങ്ങളുടെ ഭർത്താവിനാണ്. നിങ്ങളുടെ എല്ലാ റിപ്പോർട്ടുകളും നോക്കിയ ശേഷമാണ് എന്റെ നിഗമനം. ഇത് നിങ്ങളുടെ ഭർത്താവിന്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കാതെ തന്നെ എനിക്ക് 100% ഉറപ്പിക്കാൻ കഴിയും. അദ്ദേഹത്തെ എത്രയും വേഗം ടെസ്റ്റുകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കും, പക്ഷേ അദ്ദേഹം ടെസ്റ്റ് ചെയ്യാതെ നമുക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല. സിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷെ അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ലായിരുന്നു. അപ്പോൾ സത്യം ഇതായിരുന്നു, ഞാൻ തെറ്റുകാരിയല്ലായിരുന്നു, അവൾ പതിയെ പറഞ്ഞു. ഫാത്തിമ അവളുടെ കൈകളിൽ ശക്തിയായി പിടിച്ചു. ഫാത്തിമ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഇനി നീ ആരുടെയും പരിഹാസങ്ങളെ ഭയപ്പെടേണ്ട സിയ. കുറച്ചു നേരം നിശബ്ദമായിരുന്നു. കണ്ണുകളിൽ പുതിയൊരു തിളക്കം. എന്നിട്ട് അവൾ പറഞ്ഞു, എന്റെ ജീവിതത്തിലെ 9 വർഷമായി ഈ നുണയിലും അപമാനത്തിലും ഞാൻ കളഞ്ഞത്. ഇനി ഞാൻ ആരെയും ആശ്രയിക്കില്ല. എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. ഫാത്തിമ അവളുടെ തോളിൽ തട്ടി. ആ ഒരു ആവേശം മതി. ഞാൻ നിന്റെ കൂടെയുണ്ട് സിയ. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഫാത്തിമയുടെ സഹായത്തോടെ സിയ ഒരു റൂം വാടകയ്ക്കെടുത്ത് ചെറിയ ഒരു തയ്യൽ കട തുടങ്ങി. ആദ്യ ദിവസങ്ങളിൽ കസ്റ്റമേഴ്സ് കുറവായിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പതുക്കെ ആളുകൾക്കിടയിൽ അവളുടെ കട അറിയപ്പെട്ടു തുടങ്ങി. ആദ്യം ചെറിയ ജോലികൾ മാത്രമായിരുന്നു. പിന്നീട് അവളുടെ സ്റ്റിച്ചിങ് പെർഫെക്ഷനും കൃത്യതയും കാരണം അവളെ തേടി ആളുകൾ കടയിലേക്ക് വന്നു തുടങ്ങി. ഒരു ദിവസം തൊട്ടടുത്തുള്ള കടയിലുള്ള ഒരു യുവാവ് ഒരു കെട്ട് തുണിയുമായി അവളുടെ കടയിലേക്ക് വന്നു. യൂണിഫോം സ്റ്റിച്ച് ചെയ്യാമോ? സിയ സന്തോഷത്തോടെ തലകുലുക്കി. അതിനെന്താ, ചെയ്യാലോ, കുറച്ചധികമുണ്ട്. എങ്കിൽ ആ മേശപ്പുറത്ത് വെച്ചോളൂ, അവൾ പറഞ്ഞു. ഇതൊരു സ്കൂളിന്റെ മുഴുവൻ യൂണിഫോമുമാണ്. അത് കണ്ടതും സിയക്ക് സന്തോഷമായി. അവൾ അളവെടുത്തു, ജോലി സ്വീകരിച്ചു. പേരെന്താ? അവൾ ചോദിച്ചു. ഇർഫാൻ. നിങ്ങളുടെ പേരോ? എന്റെ പേര് സിയ. ആ ഒരു വലിയ ഓർഡർ കിട്ടിയതും സിയക്ക് വല്ലാത്ത സന്തോഷമായി. അതായിരുന്നു അവളുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. ഒരു ദിവസം ഇർഫാൻ വീണ്ടും കടയിലെത്തി. ഇപ്രാവശ്യം അവന്റെ കയ്യിൽ വലിയൊരു കെട്ട് തുണി തന്നെ ഉണ്ടായിരുന്നു. സിയ അത്ഭുതത്തോടെ ചോദിച്ചു, ഇത്രയും തുണി എന്തിനാണ് ഇർഫാൻ? അവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു ഗാർമെന്റ് ഷോപ്പ് ഉണ്ട് ഇവിടെ. അവിടെ വിൽക്കാനുള്ള ചില റെഡിമെയ്ഡ് ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യണം. അതുകൊണ്ടാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. അത് കേട്ടപ്പോൾ സിയക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാരണം ഇത്രയും ജോലിയുണ്ടെങ്കിൽ അവളുടെ കടയ്ക്ക് നല്ല സഹായമാകും. അങ്ങനെ സിയ ആ ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങി. ദിവസം മുഴുവനും അവൾ മെഷീനിലിരുന്ന് ജോലി ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇർഫാൻ വീണ്ടും കടയിൽ വന്നു. അവൾ തയ്യാറാക്കിയ ഡ്രസ്സുകളെല്ലാം പരിശോധിച്ചു. വളരെ നന്നായി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അവൻ പറഞ്ഞു. ആ ദിവസത്തിനു ശേഷം ഇർഫാൻ ഇടയ്ക്കിടയ്ക്ക് കടയിൽ വരാൻ തുടങ്ങി. പുതിയ തുണികളും ഓർഡറുകളും കൊണ്ടുവന്നു. സിയക്ക് ഇനി ജോലിയുടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം വൈകുന്നേരം ജോലിക്കിടയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. സാധാരണ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭാഷണങ്ങൾ പതുക്കെ ജീവിതത്തെക്കുറിച്ചുള്ള കഥകളിലേക്ക് മാറി. ഇർഫാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്? അപ്പോൾ സിയ കുറച്ചു നേരം നിശബ്ദമായി നിന്നു. പിന്നെ അവൾ തന്റെ ജീവിതകഥ പറഞ്ഞു തുടങ്ങി. സമീറുമായുള്ള വിവാഹം, 9 വർഷത്തെ കാത്തിരിപ്പ്, കുഞ്ഞില്ലെന്ന കാരണത്താൽ അവൾ അനുഭവിച്ച അപമാനങ്ങൾ, ഒടുവിൽ വീട്ടിൽ നിന്നും പുറത്താക്കിയ ആ രാത്രി, എല്ലാം അവൾ പതുക്കെ പറഞ്ഞു. സിയ പറയുമ്പോൾ ഇർഫാൻ ശാന്തമായി കേട്ടുകൊണ്ടിരുന്നു. അവന്റെ മുഖത്ത് ദുഃഖം നിറഞ്ഞു. നിങ്ങൾ ഇത്രയും ത്യാഗം സഹിച്ചാണോ ഇവിടെ വരെ എത്തിയത്? അവൻ പതുക്കെ പറഞ്ഞു. സിയ ഒരു ചെറു പുഞ്ചിരിയോടെ മറുപടി നൽകി. ജീവിതം അങ്ങനെയല്ലേ, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലേക്ക് നമ്മളെ കൊണ്ടുപോകും. കുറച്ചു നിമിഷം നിശബ്ദയായി.
അതിനുശേഷം ഇർഫാൻ അപ്രതീക്ഷിതമായി ചോദിച്ചു, സിയ, ഞാനൊരു കാര്യം ചോദിച്ചാൽ തെറ്റായി തോന്നില്ലല്ലോ? സിയ ആശ്ചര്യത്തോടെ അവനെ നോക്കി. എന്താണ്? ഇർഫാൻ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കാൻ തയ്യാറാണോ? ആ ചോദ്യം കേട്ടതും സിയ അമ്പരന്നു. അവൾക്ക് ഒരു നിമിഷം വാക്കുകൾ കിട്ടിയില്ല. ഇർഫാൻ തുടർന്ന് പറഞ്ഞു, നിങ്ങളുടെ ജീവിതകഥ കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി. നിങ്ങൾക്ക് വീണ്ടും സന്തോഷമായി ജീവിക്കാൻ കഴിയണം. അവൻ സിയയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ സിയയുടെ മനസ്സിൽ അനവധി ചിന്തകൾ ഓടി. ജീവിതം ഒരിക്കൽ തന്നെ തകർത്തിരുന്നു. വീണ്ടും വിശ്വസിക്കാൻ അവൾക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇർഫാന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് കാരുണ്യവും സത്യസന്ധതയുമായിരുന്നു. അവൾ ഒന്നും പറയാതെ നിശബ്ദമായി നിന്നു. അന്ന് സിയയുടെ ജീവിതം വീണ്ടും ഒരു വലിയ തീരുമാനത്തിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു. ഇർഫാൻ വിവാഹത്തെക്കുറിച്ച് ചോദിച്ച ആ ദിവസത്തിനു ശേഷം സിയ പല ദിവസങ്ങളും ആലോചനയിൽ മുഴുകി. ജീവിതം ഒരിക്കൽ അവളെ വളരെ വേദനിപ്പിച്ചിരുന്നു. അതുകൊണ്ട് വീണ്ടും ഒരു തീരുമാനമെടുക്കാൻ അവൾക്ക് പേടിയുണ്ടായിരുന്നു. ഒരു ദിവസം ഇർഫാൻ വീണ്ടും കടയിൽ വന്നു. അവൻ സിയയെ നോക്കി ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ആലോചിച്ചോ? സിയ ശാന്തമായി പറഞ്ഞു, എനിക്ക് കുറച്ച് സമയം വേണം. എന്റെ ജീവിതം അത്ര എളുപ്പമായിരുന്നില്ല. വീണ്ടും വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇർഫാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല സിയ. നിങ്ങൾ എത്ര സമയം വേണമെങ്കിലും എടുത്തോളൂ. ആ ദിവസത്തിനു ശേഷം അവർ തമ്മിൽ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. ജോലിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പല കാര്യങ്ങൾ സംസാരിച്ചു. പതുക്കെ അവർ കൂടുതൽ പരിചയപ്പെട്ടു. സിയയുടെ മനസ്സിൽ ഒരു വിശ്വാസം വളരാൻ തുടങ്ങി. കുറച്ചു മാസങ്ങൾക്ക് ശേഷം സിയ ഒടുവിൽ തീരുമാനമെടുത്തു. ഒരു ദിവസം അവൾ ഇർഫാനോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ ചിന്തിച്ചു. എനിക്ക് സമ്മതമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇർഫാന്റെ മുഖത്ത് വലിയ സന്തോഷം തെളിഞ്ഞു. ശരിക്കും? അവൻ ചോദിച്ചു. സിയ ചെറു പുഞ്ചിരിയോടെ തല കുനിച്ചു. അതിനുശേഷം ഇർഫാൻ തന്റെ വീട്ടുകാരോട് ഈ കാര്യം തുറന്നു പറഞ്ഞു. ആദ്യം അവർക്ക് ചെറിയൊരു ആശ്ചര്യം തോന്നി. പക്ഷേ ഇർഫാൻ സിയയുടെ ജീവിതകഥ പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിലും സിയയോടുള്ള കരുണയും ബഹുമാനവും ഉണ്ടായി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇർഫാന്റെ വീട്ടുകാർ സിയയെ കാണാനെത്തി. അവൾ താമസിച്ചിരുന്ന വീട്ടിൽ എല്ലാവരും ഒത്തുകൂടി. സിയ അല്പം വിഷമത്തിലായിരുന്നു. പക്ഷേ ഫാത്തിമ അവളുടെ കൈകൾ പിടിച്ചു പറഞ്ഞു, ഭയപ്പെടേണ്ട സിയ, എല്ലാം നല്ലതിനായിരിക്കും. ഇർഫാന്റെ ഉമ്മ സിയയെ സ്നേഹത്തോടെ നോക്കി. കുറച്ചു സമയം സംസാരിച്ചു. അവളുടെ സ്വഭാവവും ലാളിത്യവും എല്ലാവർക്കും ഇഷ്ടമായി. അവസാനം അവർ സന്തോഷത്തോടെ പറഞ്ഞു, ഈ വിവാഹത്തിന് ഞങ്ങൾക്ക് സമ്മതമാണ്. ആ വാക്കുകൾ കേട്ടപ്പോൾ സിയയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. പക്ഷേ ഇപ്രാവശ്യം അത് ദുഃഖത്തിന്റെ കണ്ണുനീരല്ലായിരുന്നു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങി. ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ക്ഷണിച്ച് നിക്കാഹ് വളരെ ലളിതമായി നടത്തി. സിയയുടെ മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം കാണുന്ന ഒരു പൂർണ്ണമായ സന്തോഷമുണ്ടായിരുന്നു. ഇർഫാനും സന്തോഷത്തോടെ അവളുടെ അരികിൽ നിന്നു. വിവാഹം വളരെ സന്തോഷത്തോടെ നടന്നു. വിവാഹത്തിന് ശേഷം സിയ ഇർഫാന്റെ വീട്ടിലേക്കെത്തി. വീട്ടുകാർ അവളെ വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ആ വീട്ടിൽ അവൾക്കൊരു മകളെ പോലെ സ്ഥാനം നൽകി. അന്ന് രാത്രി സിയ ശാന്തമായി ഇരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം ഉണ്ടായിരുന്നു. ഒരിക്കൽ അവളുടെ ജീവിതം മുഴുവൻ ഇരുണ്ടതായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൾക്ക് മനസ്സിലായി, ജീവിതം ചിലപ്പോൾ നമ്മെ തകർക്കുന്നത് നമ്മെ കൂടുതൽ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാനാണ്. ഇർഫാൻ അവളുടെ ജീവിതത്തിൽ ഒരു പുതിയ വെളിച്ചമായി എത്തിയിരുന്നു. ഇർഫാനുമായുള്ള ജീവിതത്തിൽ സിയ വളരെ സന്തോഷവതിയായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം സിയക്ക് ശരീരത്തിൽ വല്ലാത്ത അസ്വസ്ഥത, ക്ഷീണവും തളർച്ചയും. ഇത് കണ്ടതും ഇർഫാനും അവന്റെ ഉമ്മയും കൂടി സിയയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡോക്ടറെ കാണിച്ചപ്പോൾ ആ വാർത്ത കേട്ട് അവൾ ഞെട്ടി. അതെ, സിയ ഗർഭിണിയാണ്. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു. നീ എന്നെ അനുഗ്രഹിച്ചു. എന്നാൽ യഥാർത്ഥ അത്ഭുതം അപ്പോഴും സംഭവിച്ചിരുന്നില്ല. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഭിനന്ദനങ്ങൾ, നിങ്ങൾക്ക് ഒരു കുഞ്ഞല്ല 2 കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. സിയ ഇരട്ടക്കുട്ടികളുടെ ഉമ്മയാവാൻ പോകുന്നു. സിയയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം അന്തം വിട്ടു. അവളെ ഒരിക്കൽ കുഞ്ഞുണ്ടാവില്ലെന്ന് പറഞ്ഞ് പുറത്താക്കിയ അതേ വിധി ഇന്നവളെ 2 കുഞ്ഞുങ്ങളുടെ ഉമ്മയാക്കാൻ പോവുകയാണ്. അവൾ ഇർഫാനെ നോക്കി കണ്ണീരോടെ ചിരിച്ചു. ഒരുപക്ഷെ ഇതാണ് അള്ളാഹുവിന്റെ നീതി. ഇർഫാൻ അവളെ ചേർത്തി പിടിച്ചു. അവ 2 പേരുടെയും കണ്ണുകളിൽ പുതിയ സ്വപ്നങ്ങളുടെ ഒരു ലോകം വിരിഞ്ഞു. തുടർന്നുള്ള മാസങ്ങൾ അവർക്ക് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റേതുമായിരുന്നു. ഇർഫാൻ ശ്രദ്ധയോടെ സിയയെ പരിചരിച്ചു. പ്രസവത്തിനുള്ള സമയമായപ്പോൾ സിയ 2 പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി.
തനിക്ക് കുഞ്ഞുണ്ടാവില്ലെന്ന് മുദ്ര കുത്തിയ ലോകത്തിനു മുന്നിൽ അവൾ ഇന്ന് 2 പെൺകുഞ്ഞുങ്ങളുടെ ഉമ്മയായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നതിനനുസരിച്ച് അവരുടെ ചെറിയ വീട്ടിൽ സന്തോഷത്തിന്റെ ഒരു പുതിയ പ്രഭാതം വിരിഞ്ഞു. അവരുടെ കളിയും ചിരി കുസൃതികളും ആ വീടിന് ഊർജം നൽകി. അതുപോലെ തന്നെ അവരുടെ തയ്യൽ കടയും ഡ്രസ്സ് കടയും ഓരോ ദിവസം കൂടുന്നോറും ഉയർന്നു വന്നു. കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തണം. അവളുടെ കണ്ണുകളിൽ പുതിയ സ്വപ്നങ്ങളുടെ ലോകമുണ്ടായിരുന്നു. ആ 2 മക്കൾ അവൾക്ക് എല്ലാമായിരുന്നു. ഇർഫാൻ എല്ലാ രാവിലെയും അവളെ പ്രോത്സാഹിപ്പിച്ചു. സിയ, ഇതെല്ലാം നിന്റെ കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും ഫലമാണ്. അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഹൃദയത്തിൽ ആഴമേറിയ സന്തോഷമായിരുന്നു. എന്നാൽ മറുവശത്താകട്ടെ സമീറിന്റെ ജീവിതത്തിൽ ഇരുട്ട് കൂടുതൽ ആഴത്തിൽ വ്യാപിച്ചു. അയാൾ ഇപ്പോഴും തന്റെ കോടീശ്വര പദവിയിൽ തന്നെയിരുന്നു. പക്ഷേ വീട്ടിലെ സന്തോഷവും മനസ്സിലെ സമാധാനവും എങ്ങോട്ടോ നഷ്ടപ്പെട്ടിരുന്നു. സിയ പോയതിനു ശേഷം അവന്റെ ആത്മാവിൽ ഒരു വേദന ഉണ്ടായിരുന്നു. അത് എല്ലാ രാത്രിയിലും അവന്റെ ഉറക്കം കെടുത്തി. ജനങ്ങളുടെ അടക്കം പറച്ചിലുകൾ അവനെ കുത്തി നോവിച്ചു. കമ്പോളത്തിൽ പാർട്ടികളിൽ എല്ലായിടത്തും അവനെ ആക്ഷേപിച്ചു. എത്ര വലിയ ബിസിനസ്സുകാരനാണ്, എന്നിട്ടും സ്വന്തം ഭാര്യയെ കുഞ്ഞുണ്ടാവില്ല എന്ന പേരും പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുന്നു. ഈ വാക്കുകൾ അവന്റെ അഹങ്കാരത്തെ മുറിപ്പെടുത്തുകയും അവന്റെ അന്തസ്സിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തു. സമീറിന്റെ മുഖത്ത് ഒരു വ്യാജ ചിരി ഉണ്ടായിരുന്നു. പക്ഷെ ഉള്ളിൽ അയാൾ തകർന്നിരുന്നു. ഒരു ദിവസം അവൻ കണ്ണാടിയിൽ സ്വന്തം പ്രതിബിംബം കണ്ടു. എന്നിട്ട് ചിന്തിച്ചു, എനിക്ക് എന്റെ ബഹുമാനം തിരികെ കൊണ്ടുവരണം. സിയ എന്നെ അപമാനിച്ചു, ഇനി അവളുടെ ഊഴമാണ്. അവനൊരു പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തു. വീണ്ടും ഒരു വിവാഹം, ഒരു ഗംഭീര വിവാഹത്തിലൂടെ എല്ലാവരും പഴയതെല്ലാം മറക്കുമെന്ന് അവൻ കരുതി. ഒപ്പം സിയയെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതയാക്കാമെന്നും. കുറച്ചു മാസങ്ങൾക്കുള്ളിൽ അവന്റെ പ്രായത്തേക്കാൾ വളരെ ഇളയതായ സുഹാനയുമായി സമീറിന്റെ വിവാഹം ഉറപ്പിച്ചു. സുഹാനയുടെ കണ്ണ് സമീറിന്റെ സമ്പത്തിലും ആഡംബരത്തിലും മാത്രമായിരുന്നു. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ അതിവേഗം ആരംഭിച്ചു. 5 നക്ഷത്ര ഹോട്ടൽ ബുക്ക് ചെയ്തു. വില കൂടിയ ക്ഷണക്കത്തുകൾ അച്ചടിച്ചു. സമീറിന്റെ മനസ്സ് ആവേശത്താൽ നിറഞ്ഞിരുന്നു. പക്ഷേ ഹൃദയത്തിന്റെ ഒരു കോണിൽ എന്തോ ഒന്ന് ഒഴിഞ്ഞു കിടന്നു. അവൻ ഒരു കെണി എന്നോണം വിവാഹ ക്ഷണക്കത്ത് സിയക്കെത്തിക്കാൻ തീരുമാനിച്ചു. അവളെ കല്യാണത്തിന് ക്ഷണിച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ ദുരവസ്ഥ കാണിച്ചു കൊടുക്കണം എന്നാണ് അവൻ ചിന്തിച്ചിരുന്നത്. ക്ഷണക്കത്ത് സിയയുടെ കൈകളിലെത്തിയപ്പോൾ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പഴയ മുറിവുകൾ ഉണർന്നു. സമീറിന്റെ ക്രൂരമായ വാക്കുകളും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട വേദനകളും അവൾ കണ്ണീരോടെ ഓർത്തു. ഇർഫാൻ പതിയെ അവളുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞു, പേടിക്കണ്ട സിയ, ഇപ്പോൾ നീ ഒറ്റയ്ക്കല്ല. ഇത് നിന്റെ പഴയ കാലത്തെ ഒരു പരീക്ഷണമാണ്. ഇതിനെ നമുക്ക് ധൈര്യത്തോടെ നേരിടാം. സിയ ദീർഘമായി ശ്വാസമെടുത്തു. അവൾ ചിന്തിച്ചു, ഒരു പക്ഷേ ഇതായിരിക്കും എന്റെ വിജയത്തിന്റെ ദിവസം. വിവാഹ ദിവസം വന്നെത്തി. ഹോട്ടലിന് പുറത്ത് ആഡംബര കാറുകൾ നിരന്നു. അകത്ത് തിളങ്ങുന്ന വിളക്കുകളും അതിഥികളുടെ തിരക്കും. സമീർ കോട്ടും സ്യൂട്ടും ധരിച്ച് അഹങ്കാരം നിറഞ്ഞ മുഖത്തോടെ നിന്നു. അപ്പോഴാണ് തിളങ്ങുന്ന ഒരു റോൾസ് റോയ്സ് കാർ ഹാളിന് പുറത്തു വന്ന് നിന്നത്. എല്ലാവരുടെയും കണ്ണുകൾ അതിലേക്ക് തിരിഞ്ഞു. ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നത് സിയ ആയിരുന്നു. അവളുടെ മടിയിൽ 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, കൂടെ ഇർഫാനും. അവളുടെ മുഖത്ത് ഒരു ആത്മവിശ്വാസത്തിന്റെ തിളക്കവും സന്തോഷവും ഉണ്ടായിരുന്നു. ഇത് കണ്ടതും ആളുകൾ അടക്കം പറഞ്ഞു, സമീർ കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയ സിയ എന്ന് പറയുന്ന ആ പെണ്ണല്ലേ അത്? അവൾക്ക് എങ്ങനെ 2 കുഞ്ഞുങ്ങൾ? അവളെ കണ്ടതും സമീറിന്റെ മുഖം വിളറിപ്പോയി. അവൻ അപമാനിച്ചവൾ ഇന്ന് അന്തസ്സോടെ മുന്നിൽ നിൽക്കുന്നു. വധുവാകാൻ പോവുകയായിരുന്ന സുഹാന ദേഷ്യത്തോടെ സമീറിന്റെ നേർക്ക് തിരിഞ്ഞു. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞു അല്ലേ? യഥാർത്ഥ കുറവ് നിങ്ങൾക്കായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് സുഹാന വിവാഹം വേണ്ടെന്ന് വെച്ച് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഹാളിൽ വലിയ കയ്യടികൾ മുഴങ്ങി. സമീറിന്റെ തല നാണക്കേട് കൊണ്ട് കുനിഞ്ഞു. അവൻ എന്തൊക്കെയോ പറയാൻ ആഗ്രഹിച്ചു, പക്ഷേ തൊണ്ടയിൽ നിന്ന് വാക്കുകൾ വന്നില്ല. സിയ ശാന്തമായി നിന്നു. തന്റെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് സമീറിനെ നോക്കി മനസ്സിൽ പറഞ്ഞു, എന്റെ ഹൃദയം തകർത്ത അതേ മനുഷ്യൻ. ഇന്ന് അവന്റെ അഹങ്കാരം മണ്ണടിഞ്ഞിരിക്കുന്നു. വിവാഹ പന്തലിൽ നിന്ന് സുഹാന ഇറങ്ങിപ്പോയതിനു ശേഷം അന്തരീക്ഷം പൂർണ്ണമായി മാറി. കുറച്ചു മുമ്പ് വരെ സമീറിനെ പ്രശംസിച്ചിരുന്നവർ ഇപ്പോൾ അവനെ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ഹാളിൽ അടക്കം പറച്ചിലുകൾ മുഴങ്ങി. കണ്ടോ, യഥാർത്ഥ തെറ്റ് അവനായിരുന്നു. എന്നിട്ട് അവനൊരു പാവം സ്ത്രീയെ അപമാനിച്ചു. സമീറിന്റെ മുഖം നാണക്കേടും ദേഷ്യവും കൊണ്ട് ചുവന്നു. അവന്റെ കണ്ണുകൾ കണ്ണീരിനൊപ്പം പശ്ചാത്താപവും നിറഞ്ഞു. പക്ഷേ സമയം വൈകിയിരുന്നു. 2 കുട്ടികളുമായി നിൽക്കുന്ന സിയയെ കണ്ടപ്പോൾ അവന്റെ ശ്വാസം മുട്ടി. അവൻ സ്വയം ചോദിച്ചു, ഞാൻ എന്റെ സന്തോഷം സ്വന്തം കൈകൊണ്ട് കളഞ്ഞതാണോ?
ആളുകളുടെ നടുവിൽ ശാന്തമായി നിന്ന സിയ തന്റെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൾ സമീറിനെ നോക്കി. അവളുടെ മുഖത്ത് വെറുപ്പില്ലായിരുന്നു, പകരം ഒരു തരം ദയ മാത്രം. സമീർ പതിഞ്ഞ് വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, സിയ, എന്നോട് ക്ഷമിക്കണം. ഞാൻ നിന്നോട് വലിയ തെറ്റാണ് ചെയ്തത്. സിയ ഒരു ദീർഘശ്വാസം എടുത്തു. സമീർ, ഞാൻ നിങ്ങളോട് പണ്ടേ ക്ഷമിച്ചിരിക്കുന്നു. കാരണം വെറുപ്പ് ഹൃദയത്തെ കൂടുതൽ ഭാരമുള്ളതാക്കും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ബഹുമാനം, വിശ്വാസം, സ്നേഹം എന്നിവ പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. അവളുടെ ശബ്ദത്തിലെ ശാന്തത സമീറിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചു. ആളുകൾ കൈയടിച്ചു. പതിയെ സമീറിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഓഡിറ്റോറിയം വിട്ടുപോയി. തന്റെ പ്രൗഢി കാണിക്കാൻ വലിയ വിവാഹം ആസൂത്രണം ചെയ്ത ആ മനുഷ്യൻ ഇപ്പോൾ ഒറ്റയ്ക്ക് നാണം കെട്ടുനിന്നു. അവന്റെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടായിരുന്നു. പക്ഷേ ആരും അവനെ ആശ്വസിപ്പിക്കാൻ വന്നില്ല. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സമീറിന്റെ ബിസിനസ് തകർച്ചയിലേക്ക് നീങ്ങാൻ തുടങ്ങി. അവന്റെ പങ്കാളി അവനിൽ നിന്നകന്നു. ആളുകൾക്ക് അവനെ വിശ്വസിക്കാൻ മടിയായി. അവൻ കോടീശ്വരനായിരുന്നു, പക്ഷെ ഉള്ളിൽ പൂർണ്ണമായും തകർന്നിരുന്നു. അവന്റെ രാത്രികൾ അസ്വസ്ഥത നിറഞ്ഞതും പകലുകൾ അപമാനത്തിന്റെ ഭാരത്താൽ ഞെരുങ്ങുന്നതുമായിരുന്നു. മറുവശത്ത് സിയയുടെയും ഇർഫാന്റെയും ജീവിതം പുതിയ വെളിച്ചത്താൽ നിറഞ്ഞു. അവരുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കളിച്ചിരി മുഴങ്ങി. അവരുടെ ബിസിനസ്സും തയ്യൽ കടയും അനുദിനം വളർന്നുകൊണ്ടേയിരുന്നു. അവരുടെ ജീവിതം സന്തോഷത്താൽ തിളങ്ങി. അവരുടെ വീട്ടിൽ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും അന്തരീക്ഷമായിരുന്നു. അവിടെ എല്ലാ ദിവസവും പുതിയ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. സിയ തന്റെ കുട്ടികളെയും മടിയിലുരത്തി വീടിന്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു. ഇർഫാൻ അവളുടെ അടുത്തുണ്ട്. ഇളങ്കാറ്റിൽ കുട്ടികളുടെ ചിരി മുഴങ്ങുന്നു. സിയ ആകാശത്തേക്ക് നോക്കി പതിയെ പറഞ്ഞു, ജീവിതം എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നൽകി. പക്ഷേ സത്യസന്ധമായ ഈ ബന്ധത്തിലൂടെ അള്ളാഹു എന്റെ സന്തോഷം തിരിച്ചു തന്നിരിക്കുന്നു. മനുഷ്യന്റെ യഥാർത്ഥ ശക്തി പണത്തിലല്ല, മറിച്ച് അവന്റെ ക്ഷമയിലും സത്യസന്ധമായ ബന്ധങ്ങളിലും ഹൃദയത്തിന്റെ നന്മയിലുമാണ്. ഇതുപോലുള്ള കഥകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമൻറ്റും ലൈക്കും നമുക്ക് പുതിയ കഥയിലേക്കുള്ള